അപ്പോ ലാലേട്ടൻ ലിസ്റ്റിലുള്ള ആളാണ്, നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഹിറ്റായ സിനിമയാണ് രാവണപ്രഭു. അതിൽ അച്ഛൻ കഥാപാത്രമായിട്ടും മകനായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിലാദ്യം മകനായിട്ട് വരുന്ന കാർത്തികേയൻ എന്ന കഥാപാത്രം ചെയ്ത ആ മോഡുലേഷൻ. ഹേ സവാരി ഗിരിഗിരി, ഹേ മാൻ വാട്ട്സ് ഹാപ്പനിങ്, ഹെന്നാ കൗണ്ടറെ സുമ്മാ നടുറോട്ടിലെ ഹടി വാങ്ങറ. മോനെ എൻ്റെ പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, എം.എൻ. കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. ദാറ്റ്സ് മൈ ഫുൾ നെയിം. ഇവന് നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാവിടാ. ഇവന് നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവനിങ്ങനെ പോയാ ഭാവിയിലെ ജയറാമല്ലേടാ. നീ പോയിട്ട് ആ വണ്ടിയിലേറെ. ഡോ ആ കിണ്ടിയിലല്ല, ദോ ആ വണ്ടിയില്. എന്താ പെർഫെക്റ്റ് വോയിസ്. സംഗീതം അടുക്കും തോറും അകലുന്ന അനന്തസാഗരം. അലഞ്ഞിട്ടുണ്ട് അതും തേടി ഒരുപാട്. യമുനയുടെ കരയിൽ നിലാവിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടാവുന്നത്. എന്താ ഗോളിയറിലോട്ട് വെച്ച് പിടിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഖൊരാന മാജിക് പീകോക്കിനെ കുറിച്ച് പഠിക്കാൻ ചെന്നത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിലാണ്. ഇവരെല്ലാം ഫിറ്റാ. എന്താ സംഭവം? നല്ല എ ക്ലാസ് ഭാൻ. ചെന്ന് ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. പൂരുത്തൻ്റെയുടെ ഓട്ടക്കേശിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒടുവിൽ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു സാധനം കടലിക്ക് ഗുരു ഇങ്ങനെ ചേർത്ത് പിടിച്ചു. സഫരോം കി ജിന്ദഗി ജോ കബി നഹി കദം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ. ഇതിൽ അച്ഛൻ കഥാപാത്രമായിട്ട് ചെയ്തു. ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞു പോയി. മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് മണ്ണിലേച്ച് ചാരമാകുന്നത്. അനായാസേന മരണം, ദിനാദൈനൈന ജീവിതം. ദേഹിമകൃപയാ ശംഭോ ത്വയി ഭക്തി മഞ്ജര. അനായാസമായ മരണം, ദയനമില്ലാത്ത ജീവിതം അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര. പിന്നിട്ട വഴികളിൽ എവിടെയോ കാലിൽ തറച്ച നീ എന്ന മുള്ളിന് ഞാൻ അന്നേ മറന്നിരിക്കുന്നു. ആ മുനയൊടിഞ്ഞ കമ്പിനെ എന്നെ വീണ്ടും ഈ വഴിയിൽ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. വഴിമാറടാ മുണ്ടക്കൽ ശേഖര. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഈ കോമഡി ഉത്സവം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും ഒരുപാട് കലാകാരന്മാർ ഇവിടെ വരേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഒരു പിടി കൈപിടിച്ചുയർത്താൻ, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ, ഇപ്പം ഇതിനാണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഗിന്നസ് ആണെങ്കിലും പ്രചോദാണെങ്കിലും അവരൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാർ. ഒരു ചാലകമായിട്ടാണ് ഇവരൊക്കെ സത്യമായിട്ടും പ്രവർത്തിക്കുന്നത്. ലാലേട്ടൻ ഈ ചെയ്യാൻ പോകുന്നത് ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ അതിനുള്ളൊരു പ്രിപ്പറേഷൻസ് അതെങ്ങനെയാണ്? തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 പാക്ക് എന്നൊക്കെ പറയുന്നത് ന്യൂജൻ സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 1 പാക്ക് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. അതാണല്ലോ പ്രധാനം അല്ലേ. ഈ മിമിക്രിക്കാരെ കുറിച്ച് എന്താണ്? ഇപ്പോൾ ഒരുപാട് പേര് ലാലേട്ടനെ അനുകരിക്കാറുണ്ട്. അപ്പോൾ ഈ ലാലേട്ടനെ അനുകരിക്കുമ്പോൾ എന്താണ് ലാലേട്ടന് തോന്നാറുള്ളത്? അനുകരിക്കുക അല്ലെങ്കിൽ അനുകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്നേഹമാണ്, ഒരു തരത്തിലുള്ള സ്നേഹമാണ്. പ്രേക്ഷകർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്നേഹമാണ്. ചേട്ടാ, പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോട് മാത്രമേ ഇപ്പം പ്രണയമുള്ളൂ. സിനിമ, മലയാള സിനിമയാണ്. അതാണ് എൻ്റെ കാമുകി. അവരോടാണ് എനിക്ക് പ്രണയം. നീലകണ്ഠ, ഒരു കാറ് കത്തിയാ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ച് കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. പേടിയല്ല നീലാണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം. അപ്പോഴേ എനിക്ക് കളിയിൽ ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. പ്രാണന്റെ പാതിയായിരുന്നവളെ പാതിയിൽ ഉപേക്ഷിച്ചിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. അവന്റെ ദേഹത്തൊരു പൊടി വീഴരുത്. ബലരാമൻ, മുരുകന്റെ ശക്തി. സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോടാ ബലരാമ. നിന്നെ ഞാനിങ്ങ് എടുക്കുക. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ?
അതിനുള്ള ക്ഷണക്കത്താ നീ. മൂപ്പൻ പറഞ്ഞതാണ് ശരി. കാട്ടിലെ പുലിയായാലും നാട്ടിലെ മനുഷ്യരായാലും അവിടെ അതിന്റെ മടയിൽ പോയി കൊല്ലണം. അതാണ് ഈ കാടിന്റെ നിയമം. എന്റെ ഈ കൈ കണ്ടോ നീ? ഇതിന്റെ തഴമ്പ് കണ്ടോ നീ? അതൊന്നും വേണ്ട കൊച്ചനെ. നല്ല പാറപ്പണിക്കാരൻ പാണ്ടികളുടെ തറവാട്ടില് അവരോടൊന്ന് പറഞ്ഞാ നിന്നെ മണ്ണെണ്ണ ഒഴിച്ച് ദഹിപ്പിക്കും, എന്നിട്ട് ആസിഡുണ്ടാക്കും. അതൊന്നും വേണ്ട കൊച്ചനെ. ചെലുക്കെ, ഞാൻ നിനക്ക് വന്ന പാടെ ഒന്ന് ഓങ്ങി വെച്ചതാ. തന്റെ മൂന്നാമത്തെ മുഖം കാണിക്കാൻ താൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ കോണാനുണ്ട്.